ഹായ് ഗൈസ്, ഡോക്ടറെ കാണാൻ പോകുന്നതിന് മുമ്പ് തലേ ദിവസം തന്നെ ഞാൻ പോയി എൻ്റെ ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ഷുഗർ നോക്കാൻ വേണ്ടി. അങ്ങനെ രാവിലെ തന്നെ ഷുഗർ നോക്കാൻ വേണ്ടി പോയപ്പോഴത്തേനും ലാബ് തുറന്നിട്ടില്ലെന്നല്ല, ആ ചേച്ചി വീട്ടിൽ പോയിട്ട് ബ്ലഡ് എടുക്കാൻ വേണ്ടി, ആരുടെ വീട്ടിൽ പോയിട്ട് ബ്ലഡ് എടുക്കാൻ വേണ്ടി പോയേക്കുമായിരുന്നു. അങ്ങനെ ഞാൻ വിളിച്ചപ്പോഴത്തേനും എൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ കയറി ഇരിക്കേ, ഇപ്പോൾ വരാമെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ പിന്നെ അവിടെ ഇരുന്ന് ഈ രാവിലെ എണ്ണീറ്റ് ഉറക്കത്തിൽ നിന്ന് എണ്ണീറ്റ് പോകുന്നത്, എൻ്റെ പൊന്നോ ഇതേപോലൊരു തൊല്ല വേറെ ഇല്ല. രാവിലെ ഫുഡ് കഴിക്കുന്നതിന് മുമ്പും എടുക്കണം, അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ റിസൾട്ട് മേടിച്ചുകൊണ്ട് വരാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും നേരെ ഹോസ്പിറ്റലിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ വേറെ ഒരുപാടുണ്ടായിരുന്നു. ECG സംഭവങ്ങളെല്ലാം എടുക്കണമായിരുന്നു. എന്നുവെച്ചാൽ ഡേറ്റ് അടുത്ത് വരുന്നതുകൊണ്ട് എല്ലാം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒന്നുകൂടി എഴുതി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉച്ചയൊക്കെ ആയപ്പോഴത്തേനും പോയി ചോറ് കഴിച്ചിട്ടുണ്ട്. ചോറ് കഴിക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ലായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഒരു 4 മണിയായപ്പോഴത്തേനും റിസൾട്ട് ആയിട്ടില്ലായിരുന്നു. പിന്നെ നമ്മൾ വിചാരിച്ച് എന്തെങ്കിലും പോയി കഴിച്ചിട്ടിരിക്കുകയാണ്. ഈ റിസൾട്ട് മേടിച്ചിട്ട് വേണം ഞങ്ങൾക്ക് പോയി ഡോക്ടറെ കാണാൻ, ഡോക്ടർ ഇരിക്കുന്നിടത്ത് പോയിട്ട്. അപ്പോഴത്തേനും പിന്നെ അന്നേരം എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒരു ലൈമും ഷവർമയൊക്കെ മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയുള്ള വീഡിയോ ഒന്നും എനിക്കിങ്ങോട്ട് എടുക്കാൻ പറ്റിയില്ല. റിസൾട്ടൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ പിന്നെ ഡോക്ടറെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ രാത്രി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വിചാരിച്ച് ഫുഡ് കഴിക്കാമെന്ന്. അങ്ങനെ വാപ്പായും ഉമ്മായൊക്കെ കൂട്ടിയിട്ട് നമ്മൾ നേരെ ബൈപ്പാസിലോട്ടാണ് പോയത്. അവിടെ നെയ്ച്ചോറ് കഴിക്കാൻ വേണ്ടിയാണ് പോയത്. പുതിയൊരു കട തുടങ്ങിയിട്ടുണ്ടായിരുന്നു നെയ്ച്ചോറിൻ്റെ. അപ്പോൾ ഇക്ക ഒരു വട്ടം അങ്ങോട്ട് പോയി കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിതുവരെ കഴിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ പിന്നെ അങ്ങോട്ട് പോയി അതൊക്കെ കഴിച്ച് കൊള്ളായിരുന്നു, നല്ലതായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നേരെ വീട്ടിൽ വരുന്ന വഴിക്ക് നമ്മൾ ഇങ്ങനെ ഇതേപോലെ മിച്ചർ സംഭവങ്ങളൊക്കെ മേടിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ മേടിച്ച് നേരെ വന്ന് ഇക്കയുടെ വീട്ടിലാണ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.